എൻ്റെ ബലവും ധൈര്യവും ഒക്കെ എൻ്റെ ഗുരുനാഥനും ഗുരുപരമ്പരയാണ്. കാരണം ആവണങ്ങളുടെ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി നിയമിക്കപ്പെട്ടവരാണ് ഗുരുനാഥന്റെ പരമ്പര. അയ്യങ്കോൽപ്പടി സുനിൽകുമാർ എന്ന അദ്ദേഹത്തിന്റെ പേര്. ധാരാളം ശിഷ്യസമ്പത്ത് കളമ്പാട്ടിലൊക്കെ ഉണ്ടെങ്കിലും മാന്ത്രികം അദ്ദേഹത്തിന്റെ മക്കൾക്കും എനിക്ക് മാത്രമാണ് പകർന്നു വന്നിട്ടുള്ളത്. അപ്പൊ ആ മാന്ത്രികത്തിലെ പല രഹസ്യമായിട്ടുള്ള മേഖലകൾ, വിഷ്ണുമായ സ്വാമിയുടെ രഹസ്യമായിട്ടുള്ള നീത്യങ്ങൾ, കർമ്മങ്ങൾ, അക്കോള മന്ത്രങ്ങൾ, ആചാരങ്ങളൊക്കെയും വിധി പോലെ അനുഷ്ഠിക്കേണ്ടത് എപ്രകാരമാണെന്ന് പറഞ്ഞു തരികയും അതോടൊപ്പം സ്വാമി കൊണ്ടു നടക്കേണ്ട രഹസ്യ ഉപാസന വിധികളും ഒക്കെ പറഞ്ഞു തന്ന് അതിലൂടെയാണ് എനിക്ക് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഒരു പൂർണ്ണ വിശ്വാസം വരുന്നത്. ഒക്കത്തിനും ധൈര്യം ഗുരുനാഥൻ തന്നെയാണ്, ഗുരു പരമ്പരയാണ്. അതെനിക്ക് നമ്മുടെ ഈ ദേവസ്ഥാനത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഓരോ കർമ്മം ചെയ്യുമ്പോഴും വരുന്ന ഭക്തന് കാര്യസാധ്യം 100% സുരക്ഷിതം എന്ന് പറയാനുള്ള ആ ധൈര്യം എനിക്ക് തരുന്നത് ആ ഗുരുനാഥൻ തന്നെയാണ്. നമ്മളിവിടുത്തെ കർമ്മ രീതികളും മുമ്പേ പറഞ്ഞതുപോലെ കൗളാചാര വിധിപ്രകാരമാണ് നമ്മൾ കർമ്മങ്ങളൊക്കെയും ചെയ്യുന്നത്. അതില് ഒരു ഭക്തൻ വന്ന് അവരുടെ വിഷമങ്ങൾ പറയുമ്പോൾ ആ വിഷമത്തിന്റെ കാരണത്തെയാണ് നമ്മൾ ആദ്യം കണ്ടെത്തുന്നത്. ആ കാരണത്തിനാണ് നമ്മൾ ചികിത്സ എന്ന് പറയുന്നത് പോലെ. അതിപ്പോ ഗുളിക ദോഷമാണെങ്കിൽ പുറത്ത് ഗുളികന്റെ കർമ്മം കൊടുത്ത ഗുളികനെ വേർപാട് നടത്തിയതിനു ശേഷമാണ് അയാൾക്ക് നമ്മൾ കാര്യസാധ്യത്തിലേക്ക് എത്തിക്കുന്നത്. അതുപോലെ തന്നെ ബാധാ വേർപാടാണെങ്കിൽ കുട്ടിച്ചാത്തന്മാരെ എടുത്ത് നമ്മൾ ആ ബാധാ നിവർത്തി ഉണ്ടാക്കിയതിനു ശേഷം അല്ലെങ്കിൽ ഭഗവാന്റെ മുമ്പിൽ അതിന് വേണ്ടുമ്പോഴുള്ള പരിഹാരങ്ങൾ ചെയ്ത് ബന്ധനത്തിൽ ഉണ്ടെങ്കിൽ ആ ബന്ധനത്തെ ഒക്കെ നമ്മൾ വേണ്ടും പോലെ അരിയും പൂവും തിരിയൊക്കെ ഒഴിഞ്ഞും കൊണ്ടോ അല്ലെങ്കിൽ നാളികേരത്തിലേക്കോ വേണ്ടും പ്രകാരത്തിലുള്ള ബന്ധനത്തെ മാറ്റി വിഷ്ണുമായ സ്വാമിക്ക് മുമ്പിൽ നമ്മൾ മഹാശാക്തേയ കലശ കർമ്മം, മഹാമേദ്യങ്ങളോടുകൂടിയുള്ള കർമ്മങ്ങളൊക്കെ കൊടുത്താണ് നമ്മൾ കാര്യസാധ്യത്തിന് വേണ്ടി ഭഗവാന്റെ മുമ്പിൽ വെക്കുന്നത്. അപ്പൊ അതാണ് നമുക്ക് പൂർണ്ണ ഫലം നമുക്ക് ഇവിടുന്ന് ഏറ്റവും ധൈര്യത്തോടുകൂടി വിശ്വാസത്തോടുകൂടി നമുക്ക് പറയാവുന്ന ഒരു കാര്യം. അതായത് അവരുടെ ദോഷത്തെ മാറ്റിയതിനു ശേഷം മാത്രമേ നമ്മൾ വിഷ്ണുമായ സ്വാമിക്ക് മുമ്പിൽ നമ്മൾ കാര്യസാധ്യത്തിന് വേണ്ടി സമർപ്പിക്കാറുള്ളൂ. അപ്പൊ അതിലൂടെ പൂർണ്ണ ഫലം നമുക്ക് ഇവിടുന്ന് ഉണ്ടാകുന്നത് നമുക്ക് ഉറപ്പോടുകൂടി തന്നെ പറയാം. നമസ്കാരം. കാര്യസാധ്യങ്ങളുടെ തമ്പുരാനായ മുണ്ടക്കൽ വാഴും ശ്രീ വിഷ്ണുമായ ചാത്തൻ സ്വാമിയെ തേടി ധാരാളം ഭക്തരാണ് ദേവസ്ഥാനത്തെത്തുന്നത്. നിന്ദിച്ചവരെ സംഹരിച്ചും വന്നിച്ചവരെ സംരക്ഷിച്ചും അപേക്ഷിച്ചവരെ ഉപേക്ഷിക്കാതെ കൈപിടിച്ചുയർത്തിയ ഭഗവാന്റെ മായകൾ ഏറെയുണ്ട് പറയാൻ. കാര്യസാധ്യങ്ങൾ നേടിയവരും ഭഗവാന്റെ മായകൾ അനുഭവിച്ചവരും ശ്രീ മണിമലക്കുന്ന് മുത്തപ്പൻ എന്ന് സ്വാമിയെ വിളിച്ചു. അത്തരത്തിൽ കാര്യസാധ്യങ്ങൾ നേടിയ ഭക്തജനങ്ങൾ അവരുടെ അനുഭവങ്ങൾ നമുക്ക് വേണ്ടി ഇവിടെ പങ്കുവയ്ക്കുന്നു. എൻ്റെ പേര് അനീഷ്. ഞാൻ ഇറങ്ങാൻ വരുന്നു കോട്ടയം. എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ വന്നിരുന്നത്. സംസാരം ഇച്ചിരി പുറകോട്ടായിരുന്നു. ഇവിടെ വന്ന് പൂജയെല്ലാം കഴിഞ്ഞ ശേഷം അത്യാവശ്യം സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്.
സ്വാമിയെ ശരണയ്യപ്പ എന്ന് പറഞ്ഞേ. വിഷമമായിട്ട് ഒരു പാട്ട് പാടി മോനെ നോക്കട്ടെ. ഇപ്പൊ ചോക്ലേറ്റ് എവിടെ? ചോക്ലേറ്റ് ഒരു പാട്ട് പാടി. എൻ്റെ പേര് കണ്ണൻ. ഞാൻ കോട്ടയം സ്വദേശിയാണ്. ഞാൻ ഏകദേശം ഒരു വർഷത്തോളമായിട്ട് മുണ്ടക്കൽ ദേവസ്ഥാനത്ത് വരുന്നു. ഇവിടെ കർമ്മങ്ങളിലെല്ലാം പങ്കെടുക്കുന്നു. ഇവിടെ വന്നിട്ട് പോകുമ്പോൾ ഉള്ള നമ്മൾ എന്ത് സങ്കടമായിട്ട് വന്നാലും, നമ്മൾ എന്ത് സങ്കടം ഭഗവാനോട് പറഞ്ഞാലും, ഇവിടെ തൊഴുതിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകുമ്പം തിരിച്ചു പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ആശ്വാസവും സമാധാനവും അത് വളരെ വലുതാണ്. ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ അതിനെ കാണുന്നു. ഞാൻ എന്നും സ്വാമിയുടെ കടപ്പെട്ടിരിക്കും. എൻ്റെ ഒരു കൂട്ടുകാരനായി തോഴനായി എന്നും സ്വാമി കൂടെ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഉന്നതി എല്ലാവർക്കും, ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് സുചിത്ര. ഞാൻ പത്തനംതിട്ടയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ കല്യാണം കഴിഞ്ഞ് എനിക്ക് കുഞ്ഞുങ്ങളില്ലാന്ന് പറഞ്ഞ് കുറേ പേര് പരാതി പറയാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പം ഞാൻ സ്വാമിയുടെ ഇറമ്പി വന്നു. എൻ്റെ സങ്കടങ്ങൾ മൊത്തം ഞാൻ പറഞ്ഞു. സ്വാമി എനിക്ക് 6 മാസം പറഞ്ഞതിന് മുമ്പ് എനിക്ക് 3 മാസമായിട്ട് വിശേഷം ഉണ്ടായി. എനിക്കൊരു ആൺകുഞ്ഞുണ്ടായി. എൻ്റെ കുഞ്ഞുങ്ങളുടെ പേര് വിഷ്ണുദേവ് എന്നാ. ഇവിടെ കൊണ്ടുവന്ന് ചോറ് കൊടുത്തു. അത് കഴിഞ്ഞ് എൻ്റെ കുഞ്ഞിൻ്റെ നെറ്റിക്കൊരു ഗോപിപ്പൊട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഭഗവാൻ ഞാൻ പൊന്നു കൊടുത്തു. ഇവിടെ വന്നു കഴിഞ്ഞ് പിന്നെ എനിക്ക് തന്നെ കുഞ്ഞുണ്ടായതും എൻ്റെ ആങ്ങളയ്ക്ക് ജോലിയായി. എൻ്റെ പേര് സുനന്ദ. ഞാൻ കൊല്ലം ജില്ലയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ മോൻ്റെ ഒരു ആക്സിഡൻറ്റ് സംബന്ധിച്ചാണ് ഞാനിവിടെ വരാൻ കാരണം. എൻ്റെ അനിയനും അനിയത്തിയാണ് എൻ്റെ മോന് വേണ്ടിയിട്ട് ആദ്യം ഇവിടെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. എൻ്റെ മോനൊരു ആക്സിഡൻ്റ് ആയിട്ട് മരിച്ചു എന്ന് പറഞ്ഞതാണ്. മരിച്ച ആ ഒരു അവസ്ഥയിൽ പോയിട്ട് ഒരു 3 ദിവസം വരെ മരിച്ചു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഭഗവാനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ അനിയനും അനിയത്തിയാണ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ 28ാമത്തെ ദിവസം എൻ്റെ മോൻ കണ്ണു തുറന്ന് ഒരു 2.5 വർഷത്തോളം കോമയിൽ തന്നെ ആയിരിക്കുമെന്നാണ് പറഞ്ഞത്. ഇപ്പം മോൻ ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് 2.5 വർഷമായിട്ടേ ഉള്ളൂ. എൻ്റെ മോനിപ്പം ആദ്യം ഈ ഒരു അവസ്ഥയിലായിരുന്നു. ഇപ്പം എൻ്റെ മോൻ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെ നിൽക്കാനുള്ളൊരിതുണ്ടായി. എൻ്റെ പേര് ഗിരീഷ് എന്നാണ്. എൻ്റെ സ്വന്തം സ്ഥലം ട്രിവാൻഡ്രമാണ്. ഞാനിവിടെ എൻ്റെ വിവാഹത്തിൻ്റെ കാര്യമായിട്ടാണ് ഇവിടെ വന്നത്. എൻ്റെ വിവാഹം കുറേ വർഷമായിട്ട് നോക്കിയിട്ട് നടക്കുന്നില്ലായിരുന്നു. അത് ഇവിടെ വന്ന് സ്വാമിയുടെ അനുഗ്രഹത്താലാണ് എൻ്റെ വിവാഹം നടന്നത്. എൻ്റെ സഹോദരിയുടെ ഒരു ജോലിയുടെ കാര്യത്തിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഒരു സർക്കാർ ജോലിയുടെ കാര്യത്തിലാണ്. അതും സക്സസ് ആയിരുന്നു. ഞാൻ സിന്ധു ഹരീന്ദ്ര താമസം മഞ്ഞപ്പള്ളിക്കുന്നിൽ. എൻ്റെ ഭർത്താവിൻ്റെ ആസ്പത്രി സംബന്ധിച്ച് ഞാനിവിടെ വന്നു. തീരെ വയ്യാത്തൊരു അവസ്ഥയിലായിപ്പോയായിരുന്നു. ഞാനിവിടെ വന്ന് സ്വാമിയുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു. അത് പ്രകാരം സ്വാമി നിശ്ചയിച്ച് വഴിപാടൊക്കെ ഇതേപോലൊക്കെ ചെയ്യാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആള് ഡ്രൈവറായിരുന്നു, വണ്ടി ഓടിക്കാൻ വയ്യായിരുന്നു. പക്ഷെ ഒരാഴ്ചക്ക് ഇവിടെ വന്നു എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിച്ചു. അപ്പോൾ എല്ലാ രോഗാവസ്ഥയെല്ലാം മാറി. ഞങ്ങൾ 3 വർഷത്തിൽ കൂടുതലായി മുണ്ടയ്ക്കൽ വരാൻ തുടങ്ങിയിട്ട്. ഞങ്ങള് ഇവിടെ മുണ്ടയ്ക്കൽ അറിയാതെ ഭഗവാന് വിഷ്ണുവായ എന്നുള്ള രീതിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് കിഷോർ സ്വാമി പരിചയപ്പെട്ട് പിന്നെ സ്വാമിയുടെ അടുത്ത് വന്ന്. ഞങ്ങൾക്ക് സ്വാമി ഗുരുവാണ്. പിന്നെ ഞങ്ങളിവിടെ വന്നതിന് ശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങളുണ്ട്. അതിപ്പം ഒരു മാറ്റം എന്ന് പറയാൻ പറ്റത്തില്ല. ഞങ്ങൾ പ്രതീക്ഷിക്കാതെ ഞങ്ങൾക്ക് 2 വീട് വാങ്ങിക്കാൻ പറ്റി. ഞങ്ങള് വാങ്ങിച്ച വീടിന് ഞങ്ങൾ വിഷ്ണുമായ എന്നാ പേരിട്ടേക്കുന്നത്. കൂടെ നിന്ന് ഒരാളെ പോലെ തന്നെയാണ് ഭഗവാൻ നമുക്ക് ഓരോന്നും ചെയ്തു തരുന്നത്. പിന്നെ ഏറ്റവും വലുത് കിഷോർ സ്വാമിയാ. കാര്യം ഇപ്പം നമുക്കൊരു വിഷമം ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പോലും ഇങ്ങോട്ട് സ്വാമി വിളിച്ച് ചോദിക്കും എന്തെങ്കിലും വിഷമം ഉണ്ടോ. അത് ഭയങ്കര അത്ഭുതമാണ് സത്യത്തിൽ. എൻ്റെ പേര് ഉന്മേഷ്, ചെറുക്കട സ്വദേശിയാണ്. ഞങ്ങൾ സ്വാമിയുടെ അടുത്ത് വരാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 2 വർഷത്തിന് മുകളിലായിട്ടുണ്ട്. സ്വാമിയുടെ അടുത്ത് വന്നാൽ പിന്നെ ചെറുതും വലുതായിട്ട് ഒരുപാട്
ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 ഞാനിവിടെ പറയാം. ഒന്ന്, എൻ്റെ ഭാര്യ നേഴ്സായിരുന്നു. അപ്പം വെളിയിലേക്ക് പോകാനുള്ള ഒരു ശ്രമം കാലങ്ങളായിട്ട് നോക്കുന്നുണ്ടായിരുന്നു, പക്ഷേ നടക്കുന്നില്ലായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾക്ക് ഒരുപാട് കടമൊക്കെ ഉണ്ടായിരുന്നു. പോകുന്നതിന് ഒരു 6 ലക്ഷം രൂപയോളം മുടക്കുണ്ടായിരുന്നു. ഞങ്ങൾ 1 രൂപ പോലും കയ്യിലില്ല. പക്ഷേങ്കിൽ ഏകദേശം ഒരു 10 ദിവസം കൊണ്ട് തന്നെ 6 ലക്ഷം രൂപ ഉണ്ടാകുകയും പോകാനുള്ള കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ റെഡിയാവുകയും ചെയ്തു. അങ്ങനെ അവിടെ ചെന്ന്, കുവൈറ്റിലാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു വലിയൊരു പ്രശ്നമുണ്ടായി. MOH അവിടെ ചെന്നിട്ട് എഴുതിയാൽ മതി എന്നും പറഞ്ഞിട്ടാണ് ഇവിടുന്ന് റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ മിനിസ്ട്രി ആ നിയമം എടുത്തു മാറ്റി. നമ്മുടെ മദർ കൺട്രിയിൽ തന്നെ എക്സാം എഴുതിയിട്ട് പോയാലേ പറ്റുള്ളൂ എന്നുള്ളൊരവസ്ഥ വന്നു. അങ്ങനെ തിരിച്ച് പോരേണ്ട ഒരവസ്ഥ വന്നു. ടിക്കറ്റ് വരെ ടിക്കറ്റ് വരെ ബുക്ക് ചെയ്തു. അപ്പോൾ അങ്ങനെ വിഷമിച്ചിരുന്ന ഒരു സമയത്ത് അവിടുത്തെ ഒരു റോയൽ ഫാമിലിയിൽപ്പെട്ട ഒരു അറബിയായിട്ട് സ്വാമി മുന്നിൽ കൊണ്ട് തന്നു. അദ്ദേഹം ഇടപെട്ട്, അവിടെ മിനിസ്ട്രിയിൽ ഇടപെട്ട് ആ പുതുതായിട്ട് കൊണ്ടുവന്ന നിയമം തൽക്കാലത്തേക്ക് മരവിപ്പിച്ചിട്ട് നമുക്ക് മാത്രമായിട്ട് വീണ്ടും എക്സാം നടത്തി. അവർക്ക് 3 ചാൻസ് ആയിരുന്നു നേരത്തെ തന്നുകൊണ്ടിരുന്നത്. പക്ഷേങ്കിൽ നിയമം മാറ്റിയപ്പോൾ ഒറ്റ ചാൻസ് മാത്രമേ അവർ തന്നുള്ളൂ. പക്ഷേ ആദ്യത്തെ ആ ചാൻസിൽ തന്നെ വിജയിക്കാനും നല്ലൊരു ജോലിയിൽ തന്നെ കയറാനും പറ്റി. വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അത്ഭുതമായിരുന്നു. നമുക്കൊരു പരിചയമില്ലാത്തൊരു നാട്ടിൽ ചെന്നിട്ട് ഒരു 7 ദിവസം പോലും പരിചയമില്ലാത്ത ഒരു അറബി നമുക്ക് വേണ്ടി അതുപോലെ സ്വാധീനം ചെലുത്തി ഇതുപോലൊരു കാര്യം ചെയ്തു തന്നു. അത് സ്വാമി കൊണ്ട് തന്നതായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു. പിന്നെ രണ്ടാമത്തെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കൊരു 4 വർഷമായിട്ട് സ്കിന്നിന് പ്രോബ്ലം ഉണ്ടായിരുന്നു, അലർജി പ്രോബ്ലമായിരുന്നു. അതുകൂടി എല്ലാ ചികിത്സകളും വഴിപാടുകളും എല്ലാം കഴിച്ച് 4 വർഷമായിട്ട് അത് കൂടിക്കൂടി വന്ന് വളരെ ബുദ്ധിമുട്ടി ഒരവസ്ഥയിലേക്ക് ശരീരം മാറി. ശരീരം മുഴുവൻ നീരും സ്കിന്നെല്ലാം ആകെ മാറി വളരെ ഒരു അപകടകരമായ ഒരു അവസ്ഥ വരെ എത്തി. അപ്പോൾ ഇവിടെ വന്ന് സ്വാമിയുടെ കൽപ്പന കേട്ടപ്പം 18 ഇല്ലം വാഴും മുണ്ടിയൻ മലവാഴി പരദേവതയുടെ അവിടെ കുറച്ച് വഴിപാടുകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തന്നു. അത് കഴിച്ചു. എനിക്കിപ്പോൾ 100% എന്ന് തന്നെ പറയാം, ആ രോഗത്തിൽ നിന്ന് മുക്തി കിട്ടി. ഒരുപാട് അനുഭവങ്ങളുണ്ട്. എപ്പോഴും സ്വാമി കൂടെയുള്ളതായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. എൻ്റെ പേര് രമ്യ. ഞാനിവിടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. എൻ്റെ ഭർത്താവ്, 2 കുട്ടികളെ ഇതടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിയിരുന്ന സമയത്താണ് ഇതോട്ട് വരുന്നത്. അങ്ങനെ പണിയും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ ആ പടം ബുദ്ധിമുട്ടി ഇരിക്കുമ്പോഴാണ് സ്വാമിയുടെ കാര്യം അറിഞ്ഞ് നമ്മളിവിടെ വരുന്നത്. ഇവിടെ വന്ന് സ്വാമിയുടെ അനുഗ്രഹത്താൽ കുഴപ്പമില്ലാതെ ഇപ്പോൾ മുന്നോട്ട് പോകുന്നു. ഏകദേശം 1 വർഷക്കാലമായി ഞങ്ങളിവിടെ വരാൻ തുടങ്ങിയിട്ട്. ഇപ്പം പണിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വലിയ കുഴപ്പമില്ലാതെ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നും വലിയ തോതിലില്ലാതെ കടന്നു പോകുന്നു ഞങ്ങൾ. എൻ്റെ പേര് അനിത. ഞങ്ങളിവിടെ അടുത്ത് പൊൻകുന്നത്ത് അടുത്ത് തന്നെയാണ് താമസം. എനിക്ക് ഇവിടെ അടുത്തൊരു വീട്ടിൽ വാടകയ്ക്ക് ഞങ്ങൾക്ക് വരേണ്ടി വന്നു. അവിടെ വന്ന് താമസിച്ച് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ തീക്കകത്തിട്ട് തന്നെ വലിക്കുന്നതൊരു അനുഭവം ഉണ്ടായി. കാല് നീണ്ടു പോവുകയും അപ്പം തന്നെ ആശുപത്രിയിൽ പോവുകയും 3 വട്ടം ആശുപത്രിയിൽ ചെന്നപ്പോൾ തന്നെ അങ്ങനെ ഉണ്ടായി. 3ാമത്തെ വട്ടം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനിവിടെ സ്വാമിയോട് പ്രാർത്ഥിച്ച്, ഒരു കൈ പണം വെച്ചേക്കാന്ന് പ്രാർത്ഥിച്ച്. അത് പിന്നീട് വരെ എനിക്ക് അസുഖം ഉണ്ടായിട്ടുമില്ല. നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടെന്നേ ഉള്ളൂ. അന്നത്തേലും വീൽ ചെയറിൽ ഇരുന്ന് ഞാൻ ഇപ്പം നടക്കുന്നുണ്ട് സ്വയമേ. എൻ്റെ പേര് അമ്പിടി എന്നാണ്. ഞാൻ തോണിപ്പാറയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഈ ആലയത്തിൽ ഇവിടെ വരുമ്പോൾ എനിക്ക് ഒരു നിവൃത്തിയില്ലാതെ ഞാൻ ഈ ആലയത്തിൽ ഇവിടെ വന്നു വരിക, ഈ അമ്പലത്തിൽ. ഇവിടുന്ന് ഞാൻ തിരിച്ചു പോകുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ സ്വാമി എൻ്റെ വീട്ടിലേക്ക് വന്നു. എനിക്ക് അതുപോലെ എൻ്റെ ഭവനത്തിൽ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തന്നു. എനിക്ക് ഒത്തിരി ബാധ്യതകളുണ്ടായിരുന്നു. എൻ്റെ 2 പെൺകുട്ടികളെ വളർത്താൻ എനിക്കൊരു മാർഗ്ഗമില്ലായിരുന്നു. ആ പെൺകുട്ടികൾ ഇപ്പം നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്, വിദ്യാഭ്യാസമൊക്കെ നല്ലപോലെ പോകുന്നുണ്ട്. എനിക്കൊരു സഹായത്തിന് ആൾക്കാരില്ലായിരുന്നു. ഇപ്പോൾ ഇവിടുന്ന് എല്ലാം സഹായിക്കാൻ ആൾക്കാരുണ്ട്. ബാധ്യതകളൊക്കെ ഏറെ മാറിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ സ്വാമി എൻ്റെ കൂടെയുണ്ട്. എൻ്റെ കുഞ്ഞിനൊരു തൊണ്ടയിൽ
ഒരു വെള്ളം കിട്ടുന്ന ഒരു ഇത് വന്നു, ഒരു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അതിവിടെ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹത്താൽ ഇപ്പോൾ ആ ഓപ്പറേഷൻ മാറി മാറി നിൽക്കുകയാണ്. എന്ന് ചെയ്യുമെന്നൊന്നും അറിയില്ല, എങ്കിൽ പോലും സ്വാമിയുടെ അനുഗ്രഹത്താൽ ഒത്തിരി അനുഗ്രഹങ്ങൾ, പറഞ്ഞാൽ തീരാത്ത അനുഗ്രഹങ്ങൾ എനിക്കുണ്ട്. എൻ്റെ ഒരു വിഷ്ണു, പാമ്പാടി സ്ഥലം. ഞാൻ ജോലിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു. ഒത്തിരി ശരിയാകാതെ വന്നു കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞാണ് എനിക്ക് നല്ലൊരു ജോലി കിട്ടിയത്. പിന്നെ മൊത്തത്തിൽ ഇപ്പോൾ ഒരു മാറ്റമുണ്ട്, സാമ്പത്തികമായിട്ടൊക്കെ ആണെങ്കിലും മെച്ചപ്പെട്ട് വരുന്നുണ്ട്. പിന്നെ മലയാളി വരെയൊക്കെ അനുഗ്രഹത്തോടുകൂടി വീട്ടിലുണ്ടായിരുന്ന രോഗങ്ങളെയൊക്കെ നല്ല മാറ്റം വരുന്നുണ്ട്. അമ്മയുടെ ആണെങ്കിൽ രോഗത്തിൻ്റെയൊക്കെ നല്ല ശമനമുണ്ട്. മൊത്തത്തിൽ എല്ലാം കൊണ്ട് സ്വാമിയുടെ അനുഗ്രഹത്താൽ, വിഷ്ണു സ്വാമിയുടെ അനുഗ്രഹത്താൽ എല്ലാം നല്ല രീതിയിലായി വന്നിട്ടുണ്ട്. എൻ്റെ പേര് സുരേഷ്, ഞാൻ പൊൻകുന്നം സ്വദേശിയാണ്. ഭാര്യ കുഞ്ഞ്, ചെറിയൊരു കുടുംബമാണ്. ഞാനൊരു 2 വർഷത്തോളമായി ഭഗവാന്റെ സന്നിധി വരാൻ തുടങ്ങിയിട്ട്. അപ്പം എനിക്ക് പറയത്തക്ക, അതായത് വലിയ പരിചയമൊന്നും ഇല്ലായിരുന്നു ഇവിടെ ഭഗവാൻ അമ്പലമൊക്കെ ആയിട്ട്. വന്നതിന് ശേഷം എടുത്തു പറയത്തക്ക രീതിയിലുള്ളൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ വീടിൻ്റെ പാലുകാച്ചായിരുന്നു. ഉദ്ദേശിച്ച രീതിയിൽ തന്നെയുള്ള ഒരു സ്ഥലവും വീടും ഒക്കെ മേടിക്കാൻ പറ്റി. ഏകദേശം 10 സെൻറ്റ് സ്ഥലവും കുഴപ്പമില്ലാത്തൊരു വീടൊക്കെ മേടിക്കാൻ പറ്റി. പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 രൂപ പോലും കയ്യിലില്ലാതെ നമ്മൾ തുടങ്ങിയ ഒരു പരിപാടിയാണ്. ഒരു 10-20 ദിവസം കൊണ്ട് തന്നെ എനിക്ക് വളരെ ഭംഗിയായിട്ട് തന്നെ അത് ചെയ്തു തീർക്കാൻ പറ്റി. അതൊക്കെ ഭഗവാന്റെ അനുഗ്രഹമായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. നമസ്കാരം, എൻ്റെ പേര് ശ്രീകുമാർ എന്നാണ്. ഞാൻ 21 വർഷമായിട്ട് പാരമ്പര്യമായിട്ട് ഞങ്ങൾ 3-4 ജനറേഷനായിട്ട് തന്നെ മേള എന്നുവെച്ചാൽ ക്ഷേത്രാചാര പരിപാടികളുമായിട്ട് നടക്കുന്ന ഒരു ഫാമിലിയിൽപ്പെട്ട ആളാണ്. അതിനുശേഷം 2018-17 കാലഘട്ടത്തിലാണ് ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവുകയും എനിക്ക് നടക്കാൻ മേലാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ ശരീരത്തിലുണ്ടാവുകയും പ്ലാസ്റ്റിക് സർജറി അങ്ങനെയൊക്കെ ചെയ്ത് ഇരിക്കുന്ന സമയത്താണ് ഭഗവാനുമായിട്ട് ഉള്ള ഒരു ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്തിപ്പെടുന്നത്. അങ്ങനെയാണ്. അതുപോലെ മുണ്ടയ്ക്കൽ വിഷ്ണുമായ എന്ന് പറയുന്ന ഞങ്ങളുടെ പരദേവതയായിട്ടുള്ള ഇവിടുത്തെ ദേവസ്ഥാനം എന്ന് പറയുന്നത് കാലാകാലങ്ങളായി പഴക്കമുള്ള ഒരു പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള കൂളാർണവചാരം പിന്തുടരുന്ന ഒരു ദേവസ്ഥാനമാണ്. ഇവിടെ വന്നതിന് ശേഷം എനിക്കുണ്ടായ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ 20 വർഷം ഞാൻ കഷ്ടപ്പെട്ട് ഫീൽഡ് ചെയ്തിട്ടും എനിക്കൊരു കരക്കയറ്റം ഉണ്ടായിട്ടില്ല ഒരു രീതിയിലും. പക്ഷെ സ്വാമി എപ്പത്തൊട്ട് കൂട്ടത്തിൽ കൂടി അന്ന് മുതൽ നമ്മളൊരു സാധാരണ ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് നിന്നും ഒരു മേളപ്രമാണി എന്ന നിലയിലേക്ക് ചെറിയ തോതിലെങ്കിലും ഭഗവാന്റെ ഈ ചെറിയ കാലയളവിൽ കൂടെ തന്നെ ഭഗവാനെ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഒരുപാട് വേദികളിൽ പോയി മേളം പ്രമാണിക്കാൻ സാധിച്ചു, സോപാന സംഗീതം പാടാൻ സാധിച്ചു. എൻ്റെ കൂടെയുള്ള കുട്ടികൾ, അതായത് മേളത്തിൽ എൻ്റെ സഹോദരന്മാരും എൻ്റെ കുട്ടികളായിട്ടുള്ള എൻ്റെ ശിഷ്യന്മാരും പെട്ട ആളുകളെല്ലാം സ്വാമിയുടെ ആരാധനാ മാർഗത്തിലേക്ക് കടന്നു വരികയും അവരുടെ എല്ലാം ജീവിതത്തിൽ അനേക തരത്തിലുള്ള മാറ്റങ്ങൾ, അത് സാമ്പത്തികമായും വൈവാഹിക ജീവിതം ഇല്ലാത്തവർക്ക് അങ്ങനെ, തൊഴിൽ കിട്ടുന്ന കുട്ടികൾക്ക് അങ്ങനെ എല്ലാ തരത്തിലുള്ള ഉയർച്ചയും സ്വാമി കൊണ്ടുവന്ന് സ്വാമിയുടെ അനുഗ്രഹത്താൽ ഞങ്ങൾക്കത് ഭവിച്ചിട്ടുണ്ട്. അത് ഒരാൾക്ക് മാത്രമല്ല, എന്നിൽ കൂടി ഇവിടെ തിരുവള്ളാട്ട് മഹോത്സവം എന്ന് പറയുന്നത് 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ കർമ്മമാണ്. അതിൽ പങ്കെടുക്കുന്നവർക്കൊക്കെ സ്വാമിയുടെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാകും. അതിൽ എൻ്റെ കൂട്ടത്തിൽ പങ്കെടുക്കാൻ എത്തിയ വാദ്യകലാകാരന്മാർക്ക് മുഴുവൻ തന്നെ അവരിപ്പോൾ ഇവിടെ എത്തുന്നുണ്ട്, സ്വാമിയുടെ സന്നിധിയിൽ വരുന്നുണ്ട്. അവർക്ക് ഓരോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കുട്ടികളുണ്ടായവർ വരെ ഉണ്ട്, കൂടുതലായിട്ടും ഒരു കുട്ടി ജനിച്ച ആളുണ്ട്. അതുപോലെ ഭഗവാന്റെ അടുത്ത് വന്നിട്ട് ഇന്നുവരെ ഒരു കീഴ്പോട്ട് പോക്ക് നമുക്കുണ്ടാവില്ല. മറ്റുള്ള മൂർത്തികളെപ്പോലല്ല വിളിപ്പുറത്ത് നിൽക്കുന്ന വിഷ്ണുമായ, മുണ്ടയ്ക്കൽ വിഷ്ണുമായ ഗുരുനാഥൻ ചെയ്യുന്ന കർമ്മസിദ്ധികളിൽ കൂടെ മാത്രമാണ് ഞങ്ങളിപ്പോൾ ജീവിക്കുന്നത്. ഗുരുത്വത്തിൽ കൂടെ മാത്രം ഉയർന്നു വന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഈ ദേവസ്ഥാനത്ത് മരണം വരെ എത്തുവാനും സ്വാമിയെ പരിപാലിക്കുവാനുള്ള ഭാഗ്യം ഉണ്ടാകണമെന്നൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ.
എൻ്റെ പേര് സതി വിജയൻ എന്നാണ്. എൻ്റെ മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് പിള്ളേരൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ വീട്ടിലെ അമ്മായിയമ്മയും എല്ലാവരും പറയാൻ തുടങ്ങി, വഴക്കൊക്കെ തുടങ്ങിയായിരുന്നു, പിള്ളേരില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര വിഷമമായിപ്പോയി. ഞാൻ എന്നിട്ട് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നായിരുന്നു. ഇവിടെ വന്ന് ഭഗവാനോട് സങ്കടങ്ങളെല്ലാം പറഞ്ഞു. ഒരു 1.5 മാസം ആയപ്പോഴത്തേനും അവൾക്ക് ഒരു കുഞ്ഞുവാവ ഉണ്ടെന്നുള്ളത് അറിഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളിവിടെ വന്ന് ചോറ് കൊടുത്തു. പിന്നെ 1 വർഷമായപ്പം ഭഗവാൻ പറഞ്ഞ പോലെ ഉള്ള ഇവിടെ ഒരു സ്വർണത്തിൻ്റെ ഒരു വഴിപാട് കൊടുത്തായിരുന്നു. പിന്നെ അവർ നല്ല സന്തോഷത്തോടുകൂടി ഇപ്പം ജീവിക്കുന്നു. കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോൾ നല്ല കരക്കയറ്റമാണ്. ഇവിടെ വന്ന് എനിക്ക് അല്ലാതെയും ഒരുപാട് അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ മോളാണ് ഇവിടെ പടങ്ങളൊക്കെ ഈ വരച്ചു വെച്ചിരിക്കുന്നത്. അവളാണേലും ജോലിക്ക് പോകാനും എല്ലാം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ്. എല്ലാം ഭഗവാൻ ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. എൻ്റെ പേര് വിനീത, പേരൂർക്കലിൽ നിന്ന് വരികയാണ്. എനിക്ക് കൊടുങ്ങല്ലൂർ അമ്മയുടെ അനുഗ്രഹം ഉണ്ടായിരുന്നു. അത് ഒരു കെട്ട് നിൽക്കുകയായിരുന്നു. സ്വാമിയുടെ അനുഗ്രഹത്താൽ ഞാൻ ഈ ക്ഷേത്രത്തിൽ വന്ന് ഇന്ന് എനിക്ക് അത് മോചിതമായിട്ടുണ്ട്. അതിലെനിക്ക് സ്വാമിനോട് ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ പേര് രജനി, എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ജയേഷ് കുമാർ. ഞങ്ങൾ കൊല്ലത്തു നിന്നാണ് വരുന്നത്. എൻ്റെ ഭർത്താവിന് ഭയങ്കര അത്ഭുതമാണ് ഭഗവാന്റെ മുമ്പിൽ വന്ന് സംഭവിച്ചത്. ഒരു കേസിൽ അകപ്പെട്ട് 3 ആഴ്ച ജയിലിൽ കിടന്നു. ജാമ്യം കിട്ടുന്നില്ല, എന്ത് വിചാരിച്ചിട്ടും ജാമ്യം കിട്ടുന്നില്ല. അന്നേരം എൻ്റെ ഭർത്താവിൻ്റെ മാമൻ്റെ മോള് സ്വാമിയെ വിളിച്ചു, വിശ്വസ്വാമിയെ വിളിച്ച് കാര്യം പറഞ്ഞു. സ്വാമി പ്രാർത്ഥിച്ചു. അന്ന് തന്നെ ഈ സ്വാമി പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രാർത്ഥിച്ച ആ സമയത്ത് തന്നെ ഞാൻ ആ മോളെ വീട്ടിൽ ചെന്നപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് ഫോൺ കോൾ വരുന്നു, എൻ്റെ ഭർത്താവിന് ജാമ്യം കിട്ടി, ചെയ്യാത്ത കുറ്റത്തിനാണ് കയറിയത്, ജാമ്യം കിട്ടി. അന്ന് മുതൽ ഞങ്ങൾ സ്വാമിയെ മനമറിഞ്ഞ് വിളിക്കുകയാണ്. ഇന്നും ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോഴും ഞങ്ങൾ പറഞ്ഞു സ്വാമി ഞങ്ങൾക്ക് വഴിയൊരുക്കി തരും. തമ്പുരാൻ ഞങ്ങൾക്ക് വഴിയൊരുക്കി തന്നു. രവീന്ദ്രനാഥുള്ള ചെറുക്കടവ് താമസം. 6 മാസം കൊണ്ട് ഞങ്ങളിവിടെ ഈ മുണ്ടയ്ക്കൽ ദേവസ്ഥാനത്ത് വരുന്നുണ്ട്. ഒട്ടനവധി അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. കാരണം ഞങ്ങൾ നേരത്തെ താമസിച്ചിരുന്ന ഇടക്കൊന്ന മുക്കാലി എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ഞങ്ങൾക്ക് വളരെ ദുസ്സഹമായ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായപ്പോൾ ഞങ്ങളിവിടെ വന്നു ഇതുപോലെ സ്വാമിയുടെ അടുത്ത് ആവശ്യപ്പെട്ടു. സ്വാമിയെ ആഴ്ചയിൽ 1 പ്രാവശ്യമെങ്കിലും വന്ന് കാണത്തക്ക രീതിയിൽ ഇവിടെ അടുത്തെവിടെയെങ്കിലും ഒരു വീട് സങ്കല്പിച്ചതാണ്. ഇവിടെ പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ച് പോകുന്ന സമയത്ത് തന്നെ ഒരു വീട് ഒരാൾ വിളിച്ച് തരുമായിരുന്നു. എൻ്റെ പേര് സുനിത, ഞങ്ങളുടെ അടുത്താണ് താമസിക്കുന്നത്. അമ്പലം തുടങ്ങിയപ്പോൾ ഞങ്ങൾ തൊഴാൻ വന്നുകൊണ്ടിരുന്നതാണ്. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ സഹോദരൻ്റെ മകന് ആക്സിഡൻ്റ് ഉണ്ടായി. അവന് ജീവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഡോക്ടർമാർ പോലും കൈ ഒഴിഞ്ഞൊരവസ്ഥയിലായിരുന്നു. ഞാനവിടുന്ന് ഓടി നിന്നിപ്പിൽ പെട്ടെന്ന് ഓടി വന്ന് സ്വാമിയോട് പറയുമായിരുന്നു, എൻ്റെ കുഞ്ഞിനെ സ്വാമി ഇതുപോലൊരു അപകടം ഉണ്ടായി, ഞാൻ എന്താ ചെയ്യും? ഞങ്ങളുടെ കുടുംബം ആകെ വിഷമാവസ്ഥയിലായിപ്പോയി. ഈ ഒരു അവസ്ഥ കണ്ടപ്പോൾ ഡോക്ടർമാർ വരെയും കൈ ഒഴിഞ്ഞ അവസ്ഥയായിരുന്നു. ഇവിടെ വന്ന് സ്വാമി പറഞ്ഞു, എന്തുകൊണ്ട് പേടിക്കണ്ട ചേച്ചി ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞു. കുഞ്ഞിന് എനിക്ക് കുഞ്ഞെന്ന് പറയാൻ പറ്റില്ല, അവൻ പെണ്ണ് കെട്ടി 3 മക്കളുള്ളൊരു മകനാ. ചെറുക്കൻ എനിക്ക് നടന്ന് കണ്ടാൽ മാത്രം മതിയെന്ന് ഒരാഗ്രഹമുള്ളായിരുന്നു. ഇപ്പോഴത്തെ അവൻ എനിക്ക് നടന്നു. ഞാനിവിടെ സ്വാമിയോട് പറഞ്ഞപ്പോൾ സ്വാമി ഒന്നും പേടിക്കണ്ട ചേച്ചി, ധൈര്യമായിട്ട് വെക്കും, ഒന്നും പേടിക്കണ്ട, മകൻ എനിക്ക് നടന്നോളും ചേച്ചി, ഒന്നും പേടിക്കേണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ആ ഒരു പ്രാർത്ഥനയിലും വഴിപാടുമൊക്കെ കഴിച്ചിവിടെ എല്ലാം കൊണ്ട് സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് ആ മകൻ എനിക്ക് നടക്കാൻ തുടങ്ങി. അതുപോലെ പറഞ്ഞറിയിക്കാൻ വേണ്ടി ഒത്തിരി അനുഭവങ്ങളും അനുഗ്രഹങ്ങളും എനിക്കിവിടെ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ പേര് അനിൽ എന്നാണ്. ഈരാറ്റോട്ട കളത്തക്കുളം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് താമസിക്കുന്നത്. ഭഗവാന്റെ അടുത്ത് 1.5 വർഷം മുമ്പാണ് ആദ്യമായിട്ട് വരുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു വന്നപ്പോൾ. ഭഗവാന്റെ അനുഗ്രഹത്താൽ അതിനെല്ലാം മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും ഭഗവാനെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നു.
ഭഗവാനെ മാത്രമേ ഉള്ളൂ ജീവിതത്തിലൊരു കൈത്താങ്ങായിട്ട്. എൻ്റെ പേര് ജിഷ്ണു എന്നാണ്. ഞാൻ കാഞ്ഞിരപ്പള്ളി കാളകെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. ഞാൻ ഒരുപാട് പ്രൈവറ്റ് ജോലികളൊക്കെ ചെയ്ത് മാനസികമായിട്ട് പ്രഷർ അടിച്ച് ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയത്താണ് ഇവിടെ വരുന്നത്. ഞാൻ ഈ സ്വന്തമായിട്ട് ഞാനൊരു സുഹൃത്തും കൂടെ കൂടിയൊരു കടയിടാനും പിന്നെ സാമ്പത്തികമായിട്ട് വളരെ രീതിയിൽ മുന്നേറാനും സമയക്കൊണ്ട് ഫാമിലിയെ വിളിച്ചുകൊണ്ട് അങ്ങനെ ഒരുപാട് മുന്നേറ്റങ്ങൾ വെച്ചിട്ടുണ്ട്. പല കാര്യങ്ങളും നമ്മൾ കിട്ടുകയില്ലാന്ന് പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളും സ്വാമിയുടെ അനുകരിക്കാൻ സാധിക്കും. എൻ്റെ പേര് രാജേഷ് എന്നാണ്. എൻ്റെ വീട് കളത്തിക്കുടവ്. ഞാൻ എൻ്റെ ഒരു വസ്തു സ്വന്തമായിട്ട് വിൽക്കാൻ വേണ്ടി ഇവിടെ കാര്യം സാധിക്കാൻ വേണ്ടി വന്നായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഒരു പൂർണ്ണ ഭക്തനായി മാറി. ഇവിടെ എൻ്റെ വസ്തു ഇപ്പോൾ കച്ചവടമായി ഒരു മാസം അഡ്വാൻസ് ആയിട്ടുണ്ട്. ഞാനിനി ഇവിടുത്തെ പൂർണ്ണ ഒരു ഭക്തനാണ്. ഞങ്ങൾ സ്ഥലം മേടിക്കണമെന്ന് ആഗ്രഹിച്ചു. 18 സെന്റ് സ്ഥലം മേടിക്കാൻ ഞങ്ങൾക്ക് സ്വാമി സാധിച്ചു തന്നു. അങ്ങനെ ഞങ്ങളുടെ മോന് ഒരു ഓപ്പറേഷൻ പെട്ടെന്ന് വേണ്ടി വന്നു. 2 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു ഞങ്ങൾ സ്വാമിയെ വിളിച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങൾക്കത് മെഡിക്കൽ കോളേജിൽ തന്നെ പെട്ടെന്ന് സാധിച്ചു കിട്ടി. 1 മാസം കൊണ്ട് ഞങ്ങളുടെ രോഗം അറിഞ്ഞു. അപ്പോഴേക്കും ഞങ്ങളുടെ അത് ഓപ്പറേഷൻ കഴിഞ്ഞു. അങ്ങനെ തന്നെ എൻ്റെ ഭർത്താവിനും ഓപ്പറേഷൻ വേണം, ജോലിക്ക് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അത് ഓപ്പറേഷൻ ചെയ്യാതെ ഇവിടെ സ്വാമി ഇപ്പോൾ പണിക്ക് പോകാൻ ഒരു കുഴപ്പമില്ലാതെ സ്വാമി പണിക്ക് പോകാൻ സാധിച്ചു തരുന്നു. ഞങ്ങൾക്ക് നല്ല സന്തോഷ സമാധാനമായി ജീവിക്കുന്നുണ്ട്. എൻ്റെ പേര് ശ്യാമ എന്നാണ്. പൊൻകുന്നം ചിറക്കടവാണ് സ്വദേശം. ഞാനും എൻ്റെ ഭർത്താവും 2 മക്കളും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വലിയൊരു അപകടം പോലെ സംഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നത്. ഇവിടെ വന്ന് വിഷ്ണുമായ സ്വാമിയോട് പ്രാർത്ഥിച്ചു. സ്വാമിയെ കണ്ട് കാര്യം പറഞ്ഞു. ഞാനത് പ്രാർത്ഥിച്ച് ഞങ്ങൾ ആത്മഹത്യ ചെയ്യും എന്നുള്ള രീതിയിൽ നിന്നാണ് ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത്. ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ വീട്ടിൽ ചെന്ന് അന്ന് വൈകിട്ടും പിറ്റേ ദിവസം രാവിലെ ആയിട്ട് ഞാൻ പറഞ്ഞ കാര്യം തകിടം മറിഞ്ഞ് എനിക്ക് അനുകൂലമായിട്ട് സംഭവിച്ചു. അത് സ്വാമിയുടെ അനുഗ്രഹമാണ്. ഇപ്പോഴും സ്വാമിയുടെ എല്ലാ കാര്യത്തിനും വരികയും ഇവിടെ എപ്പോഴും എത്തുകയൊക്കെ ചെയ്യാറുണ്ട്. സ്വാമി ഇപ്പോഴും നന്നായിട്ട് അനുഗ്രഹിക്കുന്നുണ്ട്. എനിക്കൊരു ജോലിയൊക്കെ തന്നു. വലിയ അനുഗ്രഹമാണ് സ്വാമി ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പേര് അഭിലാഷം എന്നാണ്. ഞാനിവിടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. എനിക്ക് വയറിനകത്തൊരു അസുഖമായിട്ട് വന്നതാണ്. ഒരുപാട് മരുന്നൊക്കെ കഴിച്ച് ഞാൻ ഒത്തിരി നാൾ ഇടുക്കാലായി തന്നെ ഒരു 10-15 ദിവസം കിടന്ന് ജോലിക്കൊന്നും പോകാൻ പറ്റാതെ ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ പെങ്ങളുടെ കൂട്ടുകാരി ഒരു ചേച്ചിയുണ്ട്. ഇവിടെ വന്ന് ഇപ്പോൾ പറഞ്ഞ ആളാണ്. പുള്ളിക്കാരിയാണ് പറഞ്ഞത് ഇവിടെ ഇങ്ങനെ അമ്പലമുണ്ട്, ഇവിടെ വരണം എന്ന് പോയി നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ വന്ന് സ്വാമിയെ കണ്ടു, കാര്യം വരാൻ പറഞ്ഞു. വീഡിയോയിലെല്ലാം പങ്കുണ്ട്. നല്ല രീതിയിൽ എനിക്ക് മാറ്റം ഉണ്ടായി. ഇപ്പോഴും ജോലി സ്ഥിരമായിട്ടല്ലെങ്കിലും ഇടയ്ക്കിടയ്ക്കെല്ലാം പണികളൊക്കെ കിട്ടുന്നുണ്ട്. കാർപ്പൻട്രി വർക്കാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ രോഗത്തിന് ഒരുപാട് ശമനം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഈ മലയാളി പ്രതയുടെ അനുഗ്രഹത്താൽ എനിക്ക് രോഗത്തിനൊക്കെ ഒരുപാട് മാറ്റമുണ്ട്. ആശ, പാമ്പാടിയിലാണ് ഞാൻ താമസിക്കുന്നത്. മോൻ്റെ കൂട്ടുകാരൻ പറഞ്ഞാണ് ഇവിടെ ഞങ്ങൾ സ്വാമിയെ കാണാൻ വന്നത്. അവന് ജോലിയില്ല, ഗൾഫിൽ 2 വർഷം കിടന്നു, ഒത്തിരി വിഷമിച്ചു. അതിനുശേഷം ഇവിടെ വന്നു നല്ലൊരു കമ്പനി ജോലി കിട്ടി. ഉണ്ടായിട്ട് ഒരു വീട് വെക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു. അത് നോക്കപ്പം വസ്തുവിനെല്ലാം ഒത്തിരി പ്രശ്നങ്ങളായിരുന്നു. അതെല്ലാം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് 2 വർഷം കൊണ്ട് ആവുമെന്നാണ് പറഞ്ഞ് 6 മാസം കൊണ്ട് എല്ലാ പേപ്പറുകളും ശരിയായി.
ഇവിടുത്തെ വീട് വെക്കാനുള്ള തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ എനിക്ക് ഷുഗർ കൂടിയിട്ട് കണ്ണിനൊരു മേലാഴിക വന്നു. ഇവിടെ MRI എടുക്കാൻ പോകുന്നതിന് ഭഗവാനോട് പറഞ്ഞു. കണ്ണിങ്ങനെ അടഞ്ഞു പോയി. 2 മാസം കഴിയും ശരിയാകാനെന്നാ പറഞ്ഞ്. ഭഗവാൻ എനിക്ക് കൊണ്ട് 2 ആഴ്ച കൊണ്ട് എൻ്റെ കണ്ണ് നേരെയായി. ഞങ്ങളുടെ കുടുംബത്തെ ഒത്തിരി കഷ്ടപ്പാടുകൾ എല്ലാത്തിനും മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം ഭഗവാന്റെ അനുഗ്രഹം. എൻ്റെ പേര് സുരേഷ്, ചെറുവിലാണ് വീട്. എനിക്ക് വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം ശരിക്കും ഉണ്ടായിട്ടുണ്ട്. എനിക്ക് വീട് വെക്കുന്നതിനും സ്ഥലം അയക്കുന്നതിനും എല്ലാം സ്വാമിയുടെ അനുഗ്രഹമാണ്. ഇത് പിന്നെ മകൻ്റെ നഴ്സിംഗ് കോളേജിൽ പഠിപ്പിക്കുന്നതിനും സ്വാമിയുടെ അനുഗ്രഹം എനിക്ക് ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. എൻ്റെ പേര് ലത, ഞാൻ പാമ്പാടി ദേശത്ത് നിന്ന് വരുന്നു. എനിക്ക് വന്ന് കണ്ണീരുമായിട്ട് ഞാനിവിടെ വന്നു. വീട്ടിൽ സമാധാനം ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. കുഞ്ഞിന് ജോലി ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. നമുക്ക് ബിസിനസ് നടത്തി നഷ്ടങ്ങൾ വന്ന സമയമായിരുന്നു. ഞാനിവിടെ വന്നതിന് ശേഷം വീട്ടിലെ സമാധാനം, ആദ്യം എനിക്ക് സമാധാനം കിട്ടിയത് ഞാൻ ഈ അടക്കല്ലിറങ്ങും തോറും എൻ്റെ കണ്ണ് ഒഴിഞ്ഞ് ഞാനിവിടെ കയറി വന്നത്. അന്ന് മോൻ്റെ കാര്യം പറഞ്ഞ് അവനൊരു ജോലിയില്ലാതെ വിഷമിച്ചിരിക്കുന്ന സമയത്തായിരുന്നു. ഞാനിവിടെ വരുമ്പോൾ എന്നെ ഈ ഒരു കണ്ണനെ ഇവിടെ കൊണ്ടുവരുന്ന ഇങ്ങനെ ഒരു സ്ഥലത്ത് പോകാം. അപ്പം അന്ന് ഭർത്താവിൻ്റെ മദ്യപാനം നിർത്താം, നമുക്ക് ഒരു സ്ഥലം വരെ പോകാം, അവിടെ ചെന്നാൽ ഇതൊക്കെ മാറിക്കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്നത്. പക്ഷെ ഞാനിവിടെ വന്നപ്പം എനിക്ക് തോന്നി കുഞ്ഞിൻ്റെ കാര്യം പറയാനായിരുന്നു. അവന് ജോലിയില്ലാതെ ഭയങ്കര വിഷമിച്ചിരിക്കുന്ന സമയത്തായിരുന്നു ഞാനിവിടെ വന്നത്. ഞാനിവിടെ വന്നു കഴിഞ്ഞ് ഇവിടുത്തെ ഇത് സ്വാമി എന്നോട് പറഞ്ഞു, നോക്കിക്കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു വിഷമിക്കൊന്നും വേണ്ട, കുഞ്ഞ് ജോലി കിട്ടും എന്നൊക്കെ പറഞ്ഞ്. എനിക്കറിയില്ല, ഞാനിവിടുന്ന് അപ്പം കൊച്ചൊരു ഇൻ്റർവ്യൂവിന് പോകാനായിട്ട് ഒരുങ്ങിയിട്ടും പോകാനായിട്ടായിരുന്നു അന്ന് പോയത്. ഞാൻ പറഞ്ഞു അവനൊരു ഇൻ്റർവ്യൂവിന് പോയിരിക്കുക, പ്രതീക്ഷയൊന്നുമില്ല. 20 പേരെയാണ് അവർ വിളിച്ചിരിക്കുന്നത്. അതിൽ 2 പേരെ വല്ലതും സെലക്ട് ചെയ്തെങ്കിൽ ചെയ്തു. അതിൽ എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല. ഞാൻ ഗോകുലിൽ നിന്ന് പറഞ്ഞ കൂട്ടുകാരൻ്റെ കൂട്ടിന് പോകുകയെന്നും പറഞ്ഞാൽ ഇവിടുന്ന് പോയപ്പോൾ ഞാനൊന്നും മിണ്ടിയില്ല. പക്ഷെ അന്നേ പോയിട്ട് എന്നും പറഞ്ഞ് ഞാൻ വിട്ടിട്ട് ഞാൻ ഇവരുടെ കൂടെ ഇങ്ങോട്ട് പോരുകയും ചെയ്തു. ഞാൻ ഇവിടുന്ന് ഇത് പറഞ്ഞ് കൊടുങ്ങൂരിപ്പുറമാണോ പൊൻകുന്നം കഴിഞ്ഞ് കൊടുങ്ങൂരിപ്പുറമാണോ അപ്പുറമാണോന്ന് അറിയില്ല. ഒരു 1 മണിയായപ്പോഴത്തേനും മോൻ വിളിച്ചു പറയാണ് 20 പേര് വിളിച്ചതിൽ 2 പേരെ സെലക്ട് ചെയ്ത്. അമ്മ അതിൽ ഒരാൾ ഞാനാണ്. എല്ലാം ഭഗവാന്റെ അനുഗ്രഹം. ഈ മുണ്ടയ്ക്കൽ ദേവസ്ഥാനത്ത് വന്നതിന് ശേഷം മാത്രമാണ് എനിക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം കിട്ടിയിരിക്കുന്നത്. എൻ്റെ പേര് നന്ദനെന്നാണ്. ഞാൻ ഇതിൻ്റെ തൊട്ട് താഴെ താമസിക്കുന്നു. അപ്പോൾ അതിനോടിടയ്ക്ക് ഇവിടെ ഈ അമ്പലമൊക്കെ ഉണ്ടെന്നുള്ളത് എനിക്കറിയാമെങ്കിലും പലരോടും ചോദിച്ചപ്പോഴത്തെ ഒരു കുടുംബക്ഷേത്രമാണെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇതുപോലുള്ള കാര്യങ്ങളുണ്ടെന്നൊന്നും ആരും പറഞ്ഞില്ല. എന്നും പ്രശ്നങ്ങളൊക്കെ കിട്ടി. കടങ്ങളെന്ന് പറഞ്ഞാൽ ഭയങ്കര കടം. കടത്തേലിട്ട് എന്നെ വലിച്ചെങ്കിലും ഇവിടെ വന്ന ശേഷം എൻ്റെ ആ കടമെല്ലാം ഒന്ന് ഒഴിവായി ഞാനൊരു സ്വതന്ത്രനായ രീതിയിൽ ഇപ്പം അവിടെ ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് വിഷമായ സ്വാമിയുടെ മുന്നിൽ വന്ന് ഞങ്ങളെന്നും കടപ്പെട്ടവരാണ്. എൻ്റെ പേര് ബിന്ദു സജി. ഞാൻ കഴിഞ്ഞ ഡിസംബർ അവസാനമാണ് ഞാൻ ഭഗവാനെ അറിഞ്ഞ് ഈ അമ്പലത്തിൽ ഇവിടെ വരാൻ ഇടയായത്. ഞങ്ങളിവിടെ വരുന്ന സമയത്ത് ഞങ്ങൾ ശരിക്കും പിടിവള്ളി വിട്ട് നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു. എനിക്ക് 4 മക്കളാണ്, ഒരു ആൺകൊച്ചും 3 പെൺപിള്ളേരുമാണ്. 2 പേരെ വിവാഹം കഴിച്ചതാണ്. പക്ഷെ 2 പേരെ വിവാഹം കഴിച്ചതിൽ മൂത്ത മോൾ ഹാർട്ട് പേഷ്യൻ്റാണ്. അവൾക്ക് 1.25 വയസ്സിലും 11ാമത്തെ വയസ്സിൽ അമൃതയിൽ 2 ഓപ്പറേഷൻ കഴിഞ്ഞാണ്. ഞങ്ങളിതെല്ലാം പറഞ്ഞാണ് വിവാഹം ചെയ്തു കൊടുത്തത്. ഞങ്ങൾ അവർക്ക് വിവാഹം ചെയ്ത് കൊടുക്കലാണ്. അപ്പോൾ അവരുടെ നിർബന്ധത്തിലാണ് ഞങ്ങളത് ചെയ്തത്. എൻ്റെ ഭർത്താവ് സുഖമില്ലാത്ത ഒരാളാണ്. പുള്ളിക്ക് നട്ടലിന് തേയ്മാനമായിട്ട് 1 വർഷം മിച്ചത്തോളം ചികിത്സയിലായിരുന്നു. അങ്ങനെ ഇരിക്കെ
എൻ്റെ മോനെ ഞാൻ ജോലി ചെയ്യുന്ന വീട്ടിൽ നിന്ന് അവിടുത്തെ ചെറുക്കൻ സൗദിക്ക് കൊണ്ടുപോയി. അവിടെ മോന് നല്ല ജോലിയൊന്നും ആയിട്ടില്ലായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ചെറിയ ജോലിയിൽ അവൻ കയറിയെങ്കിലും അവന് കിട്ടുന്നത് മുഴുവനും അച്ഛനെ ചികിത്സിക്കാനും എന്നെ ചികിത്സിക്കാനും ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ ഇത്ര അടുത്ത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉള്ള ഈ ക്ഷേത്രം ഞാൻ അറിഞ്ഞില്ല എന്നുള്ളതാണ് എനിക്ക് ഇപ്പോഴും ഏറ്റവും വലിയൊരു ദുഃഖം. കാരണം ഇതിന് മുന്നേ അറിഞ്ഞിരുന്നെങ്കിൽ എനിക്കിതിന് മുന്നേ രക്ഷപ്പെടാമായിരുന്നു. പക്ഷെ ഭഗവാന്റെ മുന്നിൽ ഞാൻ വന്നു. മോക്ക് വീണ്ടും ഒരു വയ്യാഴിക വന്നത് അവളുടെ വാൽവ് ചുരുങ്ങുമായിരുന്നു. പക്ഷെ അത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ തളർത്തി. കാരണം മൂന്നാമതൊരു ഓപ്പറേഷനും കൂടെ ചെയ്യാനുള്ള അവസ്ഥ ഞങ്ങൾക്കില്ലായിരുന്നു. ഞങ്ങൾ അതുപോലെ തന്നെ അവൾക്ക് 5 വയസ്സുള്ളൊരു മോളുണ്ട്. ഇനി ഒരിക്കലും പ്രഗ്നന്റ് ആകാൻ പാടില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതി. ഞങ്ങൾ അത് കേട്ട് പൊൻകുന്ന സ്റ്റാൻഡിൽ വന്നപ്പം ഇവിടുത്തെ സ്വാമിയെ ഞാൻ പൊൻകുന്ന സ്റ്റാൻഡിൽ നിന്ന് കണ്ടു. വിഷമിച്ചാണ് എന്നെ കണ്ടതെങ്കിലും ചോദിച്ചപ്പം ഭഗവാൻ എല്ലാം നോക്കിക്കോളൂ എന്ന് എന്നോട് പറഞ്ഞു. അവർ ഭാര്യയും ഭർത്താവും ഉണ്ടായിരുന്നു. അപ്പോഴും അവരെന്നെ സമാധാനിപ്പിച്ചാണ് വിട്ടത്. ഞാൻ വീണ്ടും ഇവിടെ വരികയും വഴിപാടുകൾ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നോട് ഭഗവാൻ കരുണ തന്നെയാണ് കാണിച്ചത്. എല്ലാ ടെസ്റ്റുകളിലും എൻ്റെ മോക്ക് സർജറി അല്ലെങ്കിൽ മരണം വരെ മെഡിസിൻ കഴിക്കണമെന്നായിരുന്നു. പക്ഷെ മെഡിക്കൽ കോളേജിൽ ഹാർട്ടിൻ്റെ മെയിൻ ഡോക്ടർ പറഞ്ഞു റിസ്ക് എടുത്തുള്ള ഒരു ചികിത്സ ചെക്കപ്പ് നമുക്ക് ചെയ്ത് നോക്കാം, അതിൽ എന്താ ഫലമെന്ന് നോക്കാമെന്ന് പറഞ്ഞു. എൻ്റെ മോളെ 24 മണിക്കൂർ ഒരു മിഷൻ ഫുള്ളും ശരീരത്തിൽ വെച്ച് അനങ്ങാതെ കിടക്കണമായിരുന്നു. അങ്ങനെ ചെയ്തു. 3-ാമത്തെ ദിവസം റിസൾട്ട് വന്ന് ഡോക്ടർ വിളിച്ചു. പക്ഷെ അന്ന് എനിക്ക് മോളുടെ കൂടെ പോകാൻ ഭയമായിരുന്നു. കാരണം ഇനി എൻ്റെ മോക്ക് ഓപ്പറേഷൻ, അതായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷെ ഞാൻ പൈസ ഉണ്ടാക്കി കൊടുത്തു. മരുമോനെ കൊണ്ട് തന്നെ ഞാൻ വിടിയിച്ചു. പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ, എൻ്റെ മോക്ക് ഓപ്പറേഷനും വേണ്ട, മെഡിസിനും വേണ്ട, അവൾക്ക് ഇനി ഒരു അമ്മയാകുന്നതിന് കുഴപ്പമില്ലെന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് വിധി എഴുതി. ഇന്നെൻ്റെ കുഞ്ഞുങ്ങൾ സന്തോഷത്തോടെ കഴിയുന്നുണ്ട്. പിന്നെ എൻ്റെ മോന് പെട്ടെന്നായിരുന്നു അവൻ്റെ ജോലി നഷ്ടപ്പെടുമെന്നായത്. രാത്രി വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ എൻ്റെ ജോലി നഷ്ടപ്പെടുവാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല മക്കളെ, ഒരിക്കലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഇല്ലമ്മ, എനിക്ക് ജീവിക്കണമെന്ന് പോലും ഇല്ല, എന്നെ ദൈവം തമ്പുരാൻ രക്ഷപ്പെടുത്തത്തില്ലെന്ന് പറഞ്ഞു. അന്ന് എൻ്റെ കുഞ്ഞ് ഉറങ്ങിയിട്ടില്ല. പിറ്റേ ദിവസം വൈകുന്നേരത്തിനും ഞാൻ തിരിവെച്ച് ഭഗവാനോട് പ്രാർത്ഥിച്ചു, എൻ്റെ കുഞ്ഞിനെ കണ്ണീര് കുടിപ്പിക്കരുത്. അവൻ കുഞ്ഞുനാൾ മുതലൊരു സന്തോഷം അറിഞ്ഞൊരു കുഞ്ഞല്ല. അവൻ 25 വയസ്സ് കഴിഞ്ഞു കുടുംബത്തിന് വേണ്ടി തന്നെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. പക്ഷെ പിറ്റേന്ന് വൈകുന്നേരം തന്നെ അറിഞ്ഞു എൻ്റെ മോൻ്റെ ജോലി നഷ്ടപ്പെടത്തില്ല എന്ന്. അപ്പോൾ ഭഗവാൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അവന് ജോലി നഷ്ടപ്പെടത്തില്ല, ഒന്നില്ലെങ്കിൽ ഉയർന്നൊരു ജോലിയിലോട്ട് കയറും, ഇല്ലെങ്കിൽ അവന് ശമ്പള വർധനം ഉണ്ടാവും എന്ന് പറഞ്ഞു. അത് പറഞ്ഞ എൻ്റെ 5-ാം ദിവസം തന്നെ മോൻ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ പ്രാർത്ഥിച്ച ഏത് ഭഗവാനാണേലും കൈവിടുകയല്ലാന്ന് എനിക്ക് ഉറപ്പായി അമ്മ എന്ന് പറഞ്ഞു. ചോദിച്ചോ പറഞ്ഞു, എന്നെ ഇവിടെ ജോലിയിലെ ഇച്ചിരി കൂടെ ഉയർച്ചയിലോട്ട് കയറ്റാൻ കമ്പനി തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. 2-3 മാസം കൂടെ കഴിയുമ്പോൾ എൻ്റെ മോൻ നാട്ടിലെത്തും. തിരിച്ചവൻ ചെല്ലുന്നത് ഒന്നിലെ ജോലി വർധനവിലൂടെ, ഇല്ലെങ്കിൽ അവന് ശമ്പള വർധനവ് കിട്ടുമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ അവന് ജോലി മാറ്റം കിട്ടുന്നത് ദുബായിലോട്ടായിരിക്കും. അവനിപ്പോൾ സൗദിയിലാണ് നിൽക്കുന്നത്. അവനെ കൊണ്ടുപോയ ആൾ തന്നെ പുതിയ കമ്പനി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഭഗവാനാണ് ഞങ്ങൾക്ക് ഇതെല്ലാം തന്നത്. എൻ്റെ മരണം വരെ ഞാൻ ഭഗവാനെ കൈവിടത്തില്ല. എവിടെ പോയാലും ഞാൻ ഭഗവാന്റെ മുന്നിൽ ഈ മുണ്ടക്ക ക്ഷേത്രത്തിൽ തന്നെ ഞാൻ വരും. കാരണം എന്നെ പിടിച്ചുയർത്തിയതും എൻ്റെ മക്കൾക്ക് നല്ലൊരു ജീവിതം ഇപ്പോൾ കൊടുക്കുന്നതും ഭഗവാനാണ്. എൻ്റെ പേര് രാജേഷ് നായർ എന്നാണ്. ഞാൻ അടൂർ സ്വദേശിയാണ്. ഇവിടെ കോട്ടയം ജില്ലയിൽ കറുകച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഡയറി ഫാമിൻ്റെ ഉടമയാണ്. ഏകദേശം ഒരു 120 പശുക്കളോളം എൻ്റെ ഡയറി ഫാമിലുണ്ട്. 8 വർഷമായി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നെങ്കിലും അവിടെ ഡെയിലി ഓരോരോ മരണങ്ങളും അസുഖങ്ങളും എല്ലാം അടിക്കടി ഉണ്ടാകുന്നുണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞാൻ ഈ മുണ്ടക്കൽ വരുന്നതും ഇവിടുത്തെ വിഷ്ണുമായ സ്വാമിയുടെയും മലവാഴിപ്പര ദേവതയുടെയും അനുഗ്രഹം കൊണ്ട് എൻ്റെ കൂട്ടിനകത്തിപ്പം ഒരു പ്രശ്നങ്ങളുമില്ല. എല്ലാ പ്രശ്നങ്ങൾ വരും, പക്ഷേ ഭഗവാൻ എന്നെ കൈപിടിച്ച് ഉയർത്തിയിട്ടേ ഉള്ളൂ. എപ്പോഴും ഞാൻ മുണ്ടക്കലിലെയും മലവാഴിപ്പര ദേവതയുടെയും ഭക്തൻ തന്നെ ആയിരിക്കും. മരണം വരെയും അത് അങ്ങനെ തന്നെ ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം.